സിനിമയുടെ മെയിൻ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിജയ് സേതുപതിയുടെ കഥാപാത്രം ഇയാളൊരു ഹോട്ടൽ ജീവനക്കാരനാണ്. അതായത് ഇവരുടെ ഫാമിലി ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. 10ാം ക്ലാസ് ഫെയിൽഡ് ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. നിത്യമേനോനാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ ജോലിയില്ല. ഇവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു. അതായത് വളരെ അറേഞ്ച്ഡ് ആയിട്ടാണ് കല്യാണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു മൊമെന്റ് എത്തുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ പ്രണയത്തിലെത്തും. ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും. ഇങ്ങനെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ഇവർക്ക് മനസ്സിലാവുക ഇവർ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ലാത്ത രണ്ട് കപ്പിൾസ് ആയിരുന്നു എന്നുള്ളത്. പിന്നീട് ഇവര് ഈ ആകാശവീരൻ, അതായത് സേതുപതിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ സേതുപതിയുടെ അമ്മ, ഇവരുടെ സിസ്റ്റർ, ഇവരുടെ അച്ഛനും എന്താണ് ബ്രദറും വേറൊരു ഭാഗത്തുണ്ട്. എന്നാലും മെയിൻ വീട് എന്ന് പറയുമ്പോഴത്തേക്ക് അധികം സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. ഈ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ നിത്യയുടെ ക്യാരക്ടറിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അത് നമുക്ക് എല്ലാ ഫാമിലിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിത്യയുടെ ക്യാരക്ടർ നമുക്ക് തോന്നും ഇവരെന്താണ് ജോലി ചെയ്യാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ വന്നതാണെന്ന് തോന്നും. ഇവരുടെ ഹോട്ടലിലെ പണിയും ചെയ്യണം, വീട്ടിലെ പണിയും ചെയ്യണം, അങ്ങനെ ഒരു സെറ്റപ്പിലാണ്. എന്നാൽ ഈ ആകാശവീരന്റെ അമ്മയുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കാലങ്ങളായിട്ട് ഇവരുടെ വീട്ടിലെ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം ടൈം ഈ ഹോട്ടലിലെ പണിയും ചെയ്യേണ്ടി വരും. സോ ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, കഥാപാത്രങ്ങളുടെ പൊതുവെ നമ്മുടെ സൊസൈറ്റിയിലെ സ്ത്രീകളുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇവരെപ്പോഴും സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ജോലി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വീട്ടിലെ ജോലിയും ചെയ്യേണ്ടി വരും. എപ്പോഴും ചില ബൗണ്ടറീസിനുള്ളിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യന്മാരാണ് നമ്മുടെ സൊസൈറ്റി. അങ്ങനെയാണല്ലോ. അതിപ്പോ മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, സോഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ബൗണ്ടറിക്കുള്ളിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഫാമിലി ലൈഫിലും കയറി വരുന്നുണ്ട്. ഇനി നിത്യയുടെ അമ്മയുടെ ക്യാരക്ടർ, അതായത് അവരുടെ സ്വന്തം അമ്മയുടെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാലും അവരും കുറെ കൊല്ലങ്ങളായിട്ട് വീട്ടിനകത്ത് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ആ കഥാപാത്രം ഇവരുടെ ഫാമിലി ലൈഫിലേക്ക് കയറി വന്നു. അതായത് ഈ വിജയ് സേതുപതിയുടെയും നിത്യമേനന്റെയും ഫാമിലി ലൈഫിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത്. സോ രണ്ട് ആൾക്കാർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മറ്റ് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ ഇവരുടെ ലൈഫിൽ, അതായത് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ കയറി വന്ന് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും അങ്ങനെ രണ്ടാൾക്കാർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളൊന്നും അങ്ങനെ വലിയ രീതിയിൽ പരിഗണിക്കേണ്ടതില്ല. പക്ഷെ ഇന്ത്യൻ സൊസൈറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഈ ഫാമിലി റിലേഷൻഷിപ്പിന് ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മളും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറിയിട്ട് ഇടപെടും. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പുകളെല്ലാം അങ്ങനെയാണ്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവം പൊതുവെ ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ട്. സോ ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സംവിധായകൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞത് ഈ പടം ഒരു ആന്റി ഡിവോഴ്സ് ആ ഒരു ആശയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പടത്തിന്റെ അവസാനത്തുന്ന സമയത്ത് രണ്ടുപേരും ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കും, ഡൈവേഴ്സ് ആകും. പക്ഷെ വീണ്ടും അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോകും. തൊട്ടടുത്ത മൊമെന്റിൽ തന്നെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അടി ഉണ്ടാകും, പോലീസ് സ്റ്റേഷനിൽ പോകും. സോ ഒരു ഗുലുമാൽ ഫാമിലിയാണ്, മനസ്സിലായില്ലേ? പ്രശ്നങ്ങൾ